എല്ലാ കൂട്ടുകാർക്കും മഞ്ജൂസ് വേൾഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. മഞ്ജൂസ് വേൾഡ് എന്ന യൂട്യൂബ് ചാനൽ കാണുന്ന എല്ലാ കൂട്ടുകാരും നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണം. ഈ വീഡിയോ ഫുള്ളായിട്ടും കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെങ്കിൽ ഒരു ലൈക്കോട്ട് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം. അതുപോലെ എന്നും എൻ്റെ വീഡിയോയ്ക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാരുടെ അടുത്തും ഒരുപാട് താങ്ക്സ് ഉണ്ട്. ഇന്നത്തെ വീഡിയോ എന്നാന്ന് കണ്ടല്ലോ, ഇത് അടിപൊളി ഒരു സ്ലിംഗ് ബാഗാണ് കേട്ടോ. ഈ ഒരു സ്ലിം ബാഗ് തയ്ച്ചെടുത്തിരിക്കുന്ന പഴയ ഒരു ജീൻസിൻ്റെ ഒരു സ്കേർട്ട് കട്ട് ചെയ്തിട്ടാണ് തയ്ച്ചെടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ ഇതുപോലൊരു സ്ലിം ബാഗ് നിങ്ങൾക്ക് തയ്ക്കണമെങ്കിൽ പഴയ ഒരു സ്കേർട്ടൊന്നും കട്ട് ചെയ്ത് തയ്ക്കണം എന്നൊന്നുമില്ല. വേറെ നല്ല തുണിയുണ്ടെങ്കിൽ ഇതേ മോഡലിൽ തന്നെ തയ്ച്ചെടുക്കാൻ പറ്റും കേട്ടോ. ഇതിന് 3 സിബ് നമ്മൾ പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ബാക്ക് വശത്ത് ഇതുപോലൊരു അറയുണ്ട്. പിന്നെ ഫ്രണ്ടിൽ വന്നിട്ടുണ്ട്. മെയിനായിട്ടുള്ള ഓപ്പൺ ഉണ്ട്. വളരെ സിമ്പിളായിട്ടാണ് നമ്മളിത് തയ്ച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ എൻ്റെ മോഡ് സ്കേർട്ടാണ് കേട്ടോ. ഇത് അവൾക്ക് പരുവല്ലാതായി എന്ന് വെച്ചാൽ ഇപ്പോൾ ഉപയോഗിക്കുന്നില്ലാതെ ഇരിക്കുകയാണ്. അപ്പോൾ ജീൻസിൻ്റെ തുണി നല്ലതായതുകൊണ്ടാണ് ഞാനിത് എടുത്തത് കേട്ടോ. നമുക്ക് സ്റ്റിഫ് വേണം കേട്ടോ. അപ്പോൾ ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിരിക്കുന്ന അളവ് പറയാം. അപ്പോൾ അതിന് ഇറക്കം വന്നിട്ട് 9 ഇഞ്ചും 8 ഇഞ്ച് വീതിയിലുമാണ് എടുത്തിരിക്കുന്നത്. 2 പീസ് സ്റ്റിപ്പ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ആ അളവിൽ തന്നെ നമുക്ക് ഈ തുണിയിൽ നിന്നും കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ആ 2 പീസ് സ്റ്റിപ്പ് ഞാനിതാ തുണിയുടെ മേളിൽ വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് തേച്ച് ഒട്ടിച്ചുകൊണ്ട് വന്നിട്ട് അത് നേരെ ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. 2 പീസാക്കി അങ്ങനെ എടുത്തിട്ടുണ്ട്. സ്റ്റിഫ് ഒട്ടിച്ചിട്ടുണ്ട്. കൂടുതൽ നമുക്ക് ലൈനിങ്ങും കൂടെ വേണം. 2 പീസ് ലൈനിങ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സിബ് വേണം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഈ 2 പീസ് ഇതുപോലെ വെച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ടേപ്പ് എടുത്തിട്ട് ഇതുപോലെ മേളിൽ നിന്ന് നമുക്ക് ആദ്യം തന്നെ ഒരു 2.5 ഇഞ്ച് ഒന്ന് അളവ് ചെയ്യുക കേട്ടോ. 2 സൈഡിലും 2.5 ഇഞ്ച് അളവ് ചെയ്തിട്ട് അവിടെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്തിട്ട് അവിടെ നമുക്ക് സിബ് പിടിപ്പിക്കാനുള്ളതാണ് കേട്ടോ. ഇനി അതൊന്ന് നേരെ ഒന്ന് കട്ട് ചെയ്യണം. നമുക്ക് അടുത്ത പീസ് ഇതേപോലെ ഒരെണ്ണം ഉണ്ടല്ലോ, അതും ഇതേപോലെ തന്നെ നമുക്ക് കട്ട് ചെയ്യണം. ആ ഒരു പീസിൽ നമ്മൾ സെയിം അളവല്ല എടുക്കുന്നത് കേട്ടോ. അത് 2 ഇഞ്ച് എടുക്കുന്നു. ഇതിൽ 2.5 ഇഞ്ച് അളവ് ചെയ്തിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി അവിടെ നമുക്ക് സിബ് പിടിപ്പിക്കേണ്ടതാണ് കേട്ടോ. അപ്പോൾ ഒരു പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്തു. അത് 2.5 ഇഞ്ച് അളവിലാണ് കട്ട് ചെയ്തേക്കുന്നത്. അടുത്ത സിബ് പിടിപ്പിക്കാനുള്ളത് 2 ഇഞ്ച്. അപ്പോൾ 2 സൈഡിലും 2 ഇഞ്ച് അളവ് ചെയ്യുക. എന്നിട്ട് സ്കെയിൽ വെച്ച് നേരെ വരച്ചിട്ട് അതൊന്ന് പീസാക്കി എടുക്കണം കേട്ടോ. ഇതിൻ്റെ ലൈനിങ് എടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ സെയിം അളവ് തന്നെയാണ് കേട്ടോ. 8 ഇഞ്ച് വീതി 9 ഇഞ്ച് നീളത്തിലാണ് ലൈനിങ് മുറിച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ 2 ഇഞ്ച് അടയാളം ചെയ്ത് ആ ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സിബ് വേണം. അപ്പോൾ സിബ് എടുത്തിട്ട് ഇതുപോലെ സിബ് തിരിച്ച് വെക്കണം കേട്ടോ. ഇതുപോലെ സിബ് തിരിച്ച് വെച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ ലൈനിങ് എടുക്കുക. ലൈനിങ് എടുത്തിട്ട് ആ സിബിൻ്റെ മേളിലേക്ക് വെക്കണം. ഇതുപോലെ വയ്ക്കുക. അടുത്ത പീസിൽ ആ സെയിം ആയിട്ട് തന്നെ അടുത്ത സിബ് എടുത്ത് വയ്ക്കുക. ലൈനിങ് മേളിൽ വയ്ക്കുക. എന്നിട്ട് നേരെ സ്റ്റിച്ച് ചെയ്തുകൊണ്ട് വരിക. അപ്പോൾ അത്രയൊന്ന് നമുക്ക് ചെയ്തെടുത്തുകൊണ്ട് വരാം. നമ്മൾ സിബ് ഒരു വശത്ത് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇതിങ്ങനെ ലൈനിങ് ഉൾഭാഗത്തേക്ക് ആക്കിയിട്ട് ആ സിബിൻ്റെ സൈഡിൽ കൂടെ ഒന്ന് പതിച്ചുകൂടെ തയ്ക്കണം കേട്ടോ. ഇതുപോലെ ആക്കി തയ്ക്കണം. ഇനി ഇതുപോലെ തന്നെ ഒരു പീസ് കൂടെ ഉണ്ടല്ലോ, അതും ഈ സെയിം ആയിട്ടൊന്ന് ചെയ്തെടുക്കണം കേട്ടോ. നമുക്ക് സിബ് വെച്ചിട്ട് ലൈനിങ്ങുമായിട്ട് ഇതും അതേപോലെ ഒന്ന് തയ്ച്ച് തിരിച്ചെടുക്കണം. എന്നിട്ട് അതൊന്ന് പതിച്ച് തയ്ക്കണം നമുക്ക്. അപ്പോൾ അത് 2 പീസിലും നമ്മൾ ആ സിബ് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആ ലൈനിങ് ഇതുപോലെ എടുത്തിട്ട് ആ സിബിൻ്റെ മേളിലേക്ക് വയ്ക്കുക. ഇങ്ങനെ 2 പീസായിട്ട് മടക്കി വെക്കുക. മടക്കി വെച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയ 2 പീസ് ഉണ്ടല്ലോ, ചെറിയ പീസ്, ആ ഒരു പീസ് എടുത്തിട്ട് ഇതുപോലെ നേരെ വെച്ച് കൊടുക്കുക. എന്നിട്ടങ്ങ് നേരെ അങ്ങ് സ്റ്റിച്ച് ചെയ്യണം. 2 പീസും ഒരേപോലെ തന്നെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ സ്ലിം ബാഗിൻ്റെ 2 സൈഡിലായിട്ട് നമ്മൾ 2 സിബൊക്കെ പിടിപ്പിച്ചു. ലൈനിങ്ങും മടക്കി തയ്ച്ച് വെച്ചിട്ടുണ്ട്. ഇനി ആ ലൈനിങ് ഈ തുണിയുടെ 2 സൈഡിലായിട്ട് നമുക്കിതൊന്ന് ജോയിൻറ്റ് ചെയ്ത് വെക്കണം. ഇപ്പം ഞാൻ കൈ കൊണ്ട് കാണിച്ചില്ല, അവിടെ 2 സൈഡും ഇതുപോലെ ജോയിൻറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ 2 സൈഡ് നമ്മൾ ജോയിൻറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മുടെ സ്ലിം ബാഗിൻ്റെ വള്ളി നമുക്ക് 2 സൈഡിലായിട്ട് പിടിപ്പിക്കണം. അപ്പം വള്ളി തയ്ക്കുന്നത് ഞാൻ ഇവിടെ കാണിച്ചിട്ടില്ല. എല്ലാവർക്കും ഇതുപോലെ നീളത്തിൽ വള്ളിയൊക്കെ തയ്ക്കാൻ അറിയാലോ. അപ്പോൾ വള്ളിയുടെ നീളം എടുത്തിരിക്കുന്നത് 52 ഇഞ്ച് നീളമാണ് എടുത്തിരിക്കുന്നത്. 1 ഇഞ്ച് വീതിയിലാണ് വള്ളി തയ്ച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനി ഇത് നമുക്ക് ഈ ബാഗിൻ്റെ 2 സൈഡിലായിട്ട് പിടിപ്പിക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മുടെ ടേപ്പ് എടുത്തിട്ട് ഇതുപോലെ ഒരു സൈഡിൽ നിന്ന് നമുക്ക് 1 ഇഞ്ചൊന്ന് അളവ് ചെയ്യണം അവിടെ.
അടുത്ത പീസിലും ആ സെയിം ആയിട്ട് തന്നെ 1 ഇഞ്ച് ഇതാ അവിടെ ഒന്ന് അളവ് ചെയ്യുക. വള്ളി പിടിപ്പിക്കാനുള്ള സ്ഥലമാണ് കേട്ടോ. ഇതാ ഇതുപോലെ അളവ് ചെയ്തതിന് ശേഷം ഇനി നമ്മുടെ വള്ളി എടുക്കുക. വള്ളി എടുത്ത് ഇതാ ഇതുപോലെ ഇവിടെ വയ്ക്കുക. അടുത്ത തുമ്പെടുത്ത് ഇതാ ഇവിടെ വയ്ക്കുക. ആദ്യം ഒന്ന് വള്ളി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് വെക്കണം. അപ്പോൾ അത് സ്റ്റിച്ച് ചെയ്യുന്ന കാണിക്കുന്നില്ല, അവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തുകൊണ്ട് വരാം. അപ്പോൾ ഇതാ വള്ളി സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് മെയിനായിട്ടുള്ള സിപ്പ്, മെയിനായിട്ട് ഓപ്പൺ വരുന്നിടത്ത് പിടിപ്പിക്കാൻ ഒരു സിപ്പ് ഇതുപോലെ വേണം. ആ സിപ്പ് എടുത്ത് വെച്ചിട്ട് ഇതുപോലെ ഒരു ലൈനിങ് പീസും കൂടെ വേണം കേട്ടോ. അപ്പോൾ അതിങ്ങനെ വെച്ചിട്ട് ഇനി നമുക്ക് നേരെ ഒന്ന് തയ്ക്കണം. ആ ലൈനിങ്ങിൻ്റെ മേളിൽ കൂടെ തയ്ക്കുക. അപ്പോൾ ഇതുപോലെ നേരെ തയ്ച്ച് കഴിഞ്ഞിട്ട് പിന്നെ ആ സിപ്പ് നിവർത്തിയിട്ട് അതിൻ്റെ മേളിൽ കൂടെ നല്ല വശത്തോടെ ഒന്ന് പതിച്ച് തയ്ച്ചിട്ട് സിപ്പിൻ്റെ അടുത്ത വശത്താണ് നമ്മൾ അടുത്ത പീസ് നമ്മൾ ജോയിൻറ്റ് ചെയ്ത് പിടിപ്പിക്കുന്നത്. അപ്പോൾ ലൈനിങ് ഉൾഭാഗത്തേക്ക് ആക്കിയിട്ട് ആ സിപ്പിൻ്റെ മേളിൽ കൂടെ സൈഡിൽ കൂടെ ഒന്ന് പതിച്ചു കൊടുത്തേക്കണം. സിബിൻ്റെ 2 സൈഡിലായിട്ട് നമ്മൾ ബാഗിൻ്റെ തുണി സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇങ്ങനെ ലൈനിങ് 2 വശത്തേക്കാക്കി നമ്മളപ്പോൾ ആദ്യം ഒരു വശം തയ്ച്ചപ്പോൾ ആ സിബിൻ്റെ സൈഡിൽ കൂടെ പതിച്ച് തയ്ച്ചിട്ടുണ്ടായിരുന്നു. ഇനി അടുത്ത ഒരു വശത്തൂടെ നമുക്കൊന്ന് നേരെ ഒന്ന് പതിച്ചുകൂടെ തയ്ക്കണം. അടുത്ത് നമുക്ക് ഇതുപോലെ നമ്മുടെ ബാഗിൻ്റെ തുണി ഒരു വശത്തേക്കാക്കുക. അതിൻ്റെ ഉള്ളിലേക്ക് ഈ വള്ളി ഇതുപോലെ എടുത്ത് വെക്കുക. അതിനുശേഷം ലൈനിങ് 2 പീസും ഒരുപോലെ ആക്കി വെക്കുക. എന്നിട്ട് നമുക്കിനി ഇത് സ്ക്വയറായിട്ട് അങ്ങ് തയ്ക്കണം. ഫുള്ളായിട്ട് ഇനി ക്ലോസ് ചെയ്യുക. ഫുള്ളായിട്ട് ക്ലോസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈനിങ്ങിൻ്റെ ഭാഗത്ത് കുറച്ചൊന്ന് ഓപ്പൺ ആക്കിയിട്ടിട്ട് ബാക്കിയുള്ള സ്ഥലം നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്യണം. എന്നിട്ട് നമുക്കിത് ആ ലൈനിങ്ങിൻ്റെ കുറച്ച് ഭാഗം നമ്മൾ ഓപ്പൺ ആക്കി ഇടുന്നുണ്ടല്ലോ, അതിലൂടെ വേണം നമ്മുടെ ബാഗ് നല്ല വശമാക്കി എടുക്കാൻ. അതിനുശേഷം ആ ലൈനിങ് കുറച്ച് ഭാഗം ഓപ്പൺ ആയിരിക്കുന്നിടം നമുക്കൊന്ന് ക്ലോസ് ചെയ്തിട്ട് ലൈനിങ് ഉൾഭാഗത്തേക്കൊന്ന് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ബാഗിൻ്റെ ഫുള്ളായിട്ടുള്ള സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ട് അടിപൊളി സൂപ്പറായിട്ടുള്ള സ്ലിം ബാഗാണ് നമ്മൾ തയ്ച്ചെടുത്തിരിക്കുന്നത്. ഈ ഒരു സിപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ അവിടെ നമുക്ക് കുറേ സാധനങ്ങളൊക്കെ നമുക്ക് വെക്കാം. ഇത് മെയിനായിട്ടുള്ള ഓപ്പൺ വരുന്ന ഇവിടെയാണ്. ഇവിടെ നമുക്ക് നമ്മുടെ മൊബൈലൊക്കെ ഇടാനായിട്ട് പറ്റും. പിന്നെ ഇതിൻ്റെ ബാക്ക് വശത്ത് ഒരു സിപ്പ് വെച്ചിട്ടുണ്ട്. അത് തുറന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് സാധനങ്ങളൊക്കെ ഇടാനായിട്ട് പറ്റും. ഈ ഒരു ജീൻസിൻ്റെ സ്കേർട്ട് വെച്ചിട്ടാണ് നമ്മളൊരു പുതിയ ബാഗാക്കി തീർത്തിരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് പുറത്ത് കൊണ്ടുപോകാനായിട്ട് പറ്റുന്ന ഒരു ബാഗാണ്. നമ്മൾ സ്റ്റിഫൊക്കെ വെച്ച് തയ്ച്ചുകൊണ്ട് നല്ല രീതിക്ക് തന്നെ തയ്ച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന അതേ സ്ലിം ബാഗിൻ്റെ ആ ഒരു ലുക്കിലും അതേപോലെ തന്നെ നമ്മൾ തയ്ച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ പഴയ ഡ്രസ്സുകളൊക്കെ നമുക്ക് പുതിയ ബാഗാക്കി എടുക്കാനായിട്ട് പറ്റും കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ഇതേ മോഡലൊരു ബാഗ് തയ്ച്ചെടുക്കണമെങ്കിൽ ഇനിയിപ്പോൾ പഴയ ഒരു ജീൻസിൻ്റെ ടോപ്പൊന്നും തേടി പോകണ്ട. നല്ല തുണി ഉണ്ടെങ്കിൽ സ്റ്റിഫ് വെച്ച് തയ്ച്ച് കഴിഞ്ഞാൽ വെളിയിൽ കൊണ്ടുപോകാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ സ്ലിം ബാഗ് തയ്ച്ചത് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പുതിയ കൂട്ടുകാർ നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നാളത്തെ നല്ലൊരു വീഡിയോയുമായി വീണ്ടും വരുന്നവരെ ടാറ്റ, ഗുഡ് നൈറ്റ്.